പ്രവാസമെന്ന സൗഭാഗ്യവും തേടി യന്ത്രച്ചിറകുകളിലേറി അറബിക്കടലിന് മുകളിലൂടെയുള്ള ഓരോ യാത്രയും കടൽ എന്ന അരക്ഷിതാവസ്ഥയെ പിന്നിട്ട് കരയെന്ന സുരക്ഷിതത്വത്തെ പുൽകുന്ന കാഴ്ച. അഗാധ നീലിമ മെല്ലെ നേർത്ത് അമ്പരചുംബികളായ മലനിരകളുടെ താഴ്വാരങ്ങളിൽ തലതല്ലി വെളുപ്പിച്ച് പിൻവാങ്ങുന്നയിടത്ത് തുടങ്ങുന്ന നാട്. ആ നാടിനെ തൊട്ടറിയാനുള്ള യാത്രയാണ് ഞങ്ങളെ സൂർ എന്ന നാട്ടിൽ എത്തിച്ചത്. മസ്കറ്റിൽ നിന്നും ഏകദേശം 150 കിലോമീറ്റർ തെക്കു കിഴക്കായി ഗൾഫ് മേഖലയുടെ കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സൂർ പ്രാചീനകാലം മുതൽക്കു തന്നെ വാണിജ്യപരമായും നയതന്ത്രപരമായും വളരെയധികം പ്രാധാന്യം അർഹിച്ചിരുന്നു. 6-ാം നൂറ്റാണ്ടോടെ സൂർ ആഫ്രിക്കയും ഏഷ്യയും തമ്മിലുള്ള വാണിജ്യങ്ങളുടെ സുപ്രധാന കേന്ദ്രമായി മാറി. 16-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പോർച്ചുഗീസ് അധിനിവേശത്തിൽ അകപ്പെട്ട സൂർ ഒമാനി ഇമാം നാസിർ ഇബിൻ മുർഷിദിന്റെ നേതൃത്വത്തിൽ സ്വതന്ത്രമാക്കപ്പെട്ടു. അതിനുശേഷം 19-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധത്തിന്റെ നവോത്ഥാന കാലഘട്ടമായി ചരിത്രത്തിൽ കുറിക്കപ്പെട്ടു. സമുദ്രമാർഗെ ചരക്കു ഗതാഗതത്തിനായി മരത്തടിയിൽ തീർത്ത ഉരുക്കൾ കേരളത്തിൽ ബേപ്പൂർ കേന്ദ്രമായും സൂർ കേന്ദ്രമായും വലിയ തോതിൽ നിർമ്മിക്കപ്പെട്ടു. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് സാമ്രാജ്യം അടിമക്കച്ചവടം നിർത്തലാക്കിയതും സൂയസ് കനാൽ തുറക്കപ്പെട്ടതും ഗതാഗതത്തിൽ സൂറിനുണ്ടായിരുന്ന പ്രാധാന്യം നഷ്ടപ്പെടുത്തി. നഷ്ടപ്രതാപത്തിന്റെ ഓർമ്മകളുമായി സൂറിൽ ഇപ്പോഴും ഉരുക്കൾ നിർമ്മിക്കപ്പെടുന്നു. രാത്രി ഏറെ വൈകി സൂറിലെത്തിയ ഞങ്ങൾ രാത്രി വിശ്രമത്തിന് ശേഷം രാവിലെ തന്നെ സൂർ പട്ടണം കാണാനും ഇവിടുത്തെ നിവാസികളെ പരിചയപ്പെടാനുമായി പുറപ്പെട്ടു. ഞങ്ങൾ ആദ്യം പോയത് കാണാൻ ഏറെ ആഗ്രഹിച്ചിരുന്ന ഒരു നിർമ്മാണ കേന്ദ്രത്തിലേക്ക് തന്നെയായിരുന്നു. عدد كبير من السفن قديما وهذه السفن تجارية كارغو وكانت تحارب إلى الهند. പ്രാചീന ഭാരതത്തിലെ പെരുന്തച്ചന്മാരുടെ കരകൌശല വിസ്മയമായ ഒരു പ്രധാനമായും മരം, കയർ, കോട്ടൺ എന്നിവ കൊണ്ടാണ് നിർമ്മിക്കുന്നത്. അതിസൂക്ഷ്മവും കൃത്യതയാർന്നതുമായ അതേ കണക്കുകൾ വെച്ചാണ് ഇപ്പോഴും ഉരുകൾ നിർമ്മിക്കുന്നത്. പായ്കളുടെയും തുഴകളുടെയും സ്ഥാനം യന്ത്രങ്ങൾ ഏറ്റെടുത്തുവെന്ന ഒരു വ്യത്യാസം മാത്രം. നമ്മള് കൽപ്പാത്ത് അടിക്കുന്നുണ്ട്. കൽപ്പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടൺ നൂല്, അതില് കുക്ക് ഓയിൽ മിക്സ് ചെയ്തിട്ട് കൂട്ടിയടിക്കും. കുക്ക് ഓയിൽ നമ്മള് ഭക്ഷണം ഉണ്ടാക്കുന്ന കറിയൊക്കെ വെക്കുന്ന ഓയിലുണ്ടല്ലോ, അത് പഞ്ഞില് മിക്സ് ചെയ്തിട്ട് അത് കൂട്ടിയടിക്കും. പിന്നീട് ഞങ്ങൾ പോയത് വർഷങ്ങളായി ഇവിടെ ജോലി ചെയ്ത് ജീവിക്കുന്ന ചില മലയാളികളെ പരിചയപ്പെടാനാണ്. ഇപ്പോൾ ഇവിടെ എന്തൊക്കെ വർക്കുകളാണ് വണ്ടികൾ ചെയ്യുന്നത്? എഞ്ചിൻ വർക്കും ബോഡി വർക്കും എല്ലാം ചെയ്യുന്നത്.
എല്ലാം ഉണ്ട്. മെക്കാനിക്കൽ ക്ലാസ്സുണ്ട്, ബ്ലെൻഡിങ്, പെയിന്റിങ്, ആക്സിഡന്റ് എല്ലാം ഉണ്ട്. ഓക്കെ. ഇതിപ്പോ ഈ വണ്ടി എന്ത് ഇത് പെയിന്റിങ്ങിനായിട്ട് ഇപ്പോ പെയിന്റിംഗ് എന്ന് പറഞ്ഞാൽ പുറമെ ഉള്ള ഈ പെയിന്റിംഗ് മാത്രമല്ല അപ്പോൾസറിയും കാര്യങ്ങളൊക്കെ വേറെ. ഓക്കെ. ഞങ്ങൾ മസ്കറ്റിൽ വരുന്നതാണ് കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ മസ്കറ്റിൽ വരുന്നതാണ് സൂ കാണാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ജീവിത സാഹചര്യങ്ങളോ അത് നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റി ചൂട് കൂടിയല്ല ഓക്കെ. ഞങ്ങൾ നടന്ന് കുറെ സ്ഥലങ്ങളിൽ എങ്ങനെ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ വർക്ക് നടത്തുന്നത്? ഞങ്ങൾ പരിചയപ്പെട്ട മലയാളികളിൽ നിന്നും ലഭിച്ച വിവരമനുസരിച്ച് ഞങ്ങൾ രാത്രിയായപ്പോൾ അവിടെയുള്ള ഒരു ശ്രീനാരായണ ഗുരു ക്ഷേത്രം സന്ദർശിച്ചു. അന്യമതസ്ഥർക്ക് ഇന്നാട്ടിലെ നല്ലവനായ ഭരണാധികാരി അനുവദിച്ചു നൽകിയിരിക്കുന്ന അനുഷ്ഠാന സ്വാതന്ത്ര്യം തികച്ചും ശ്ലാഘനീയമാണ്. ഇന്ന് ഇവിടെ 2 സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്. അവര് മസ്കറ്റിൽ നിന്ന് സൂറിലെ കാഴ്ചകളായിരുന്നു ചുറ്റി കാണാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഔപചാരികമായിട്ട് ഞങ്ങള് അവരെ കണ്ടു പരിചയപ്പെട്ടു. ഇങ്ങനെ നമ്മുടെ ഇവിടെ ഒരു അമ്പലം ഉണ്ട്, അതിന്റെ പ്രവർത്തനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഇവിടെ സഹകരിക്കണം എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ അവർ 3 പേരും ഇവിടെ ഉണ്ട്. ഞാൻ അവരെ ഒന്ന് പരിചയപ്പെടുത്താം. ഇത് രമേശ്, അടുത്ത് ഗിരീഷ്, ഇത് അശോക്. ഇവരെ ഞാൻ ഇവിടേക്ക് സ്വാഗതം ചെയ്യാണ്. അത് ഇതിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാനായിട്ട് രക്ഷാധികാരി സുരേഷേട്ടനെ ചുമതലപ്പെടുത്താണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇവിടെ ആരംഭിച്ചതിന് ശേഷം കുറച്ച് കാലത്തിന് ശേഷമാണ് വരുന്നത്. ഇവിടെ അറിഞ്ഞുകൊണ്ടാണ് ഇവരും പങ്കെടുക്കുക. ഇവിടെ വരാനുള്ള സാഹചര്യവും അതുകൊണ്ട് ആവശ്യപ്പെട്ട് നമ്മൾ അതൊക്കെ നേരിട്ട് അറിയാം. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന നിഷ്കളങ്കരായ അവർ ഞങ്ങളെ ക്ഷേത്രത്തിലെ പൂജയ്ക്ക് ശേഷം അത്താഴത്തിനായി ക്ഷണിച്ചു. അതോടൊപ്പം അവരുടെ ചില ചെറിയ കലാപ്രകടനങ്ങളും. अंबुजो भवविनुतं मगलित गुणनामम् अंबुजो भवविनुतं. സൂറിലെ ഒരു ദിവസം നൽകിയ ധന്യതയാർന്ന ഒരുപിടി അനുഭവങ്ങളുമായി ഞങ്ങൾ അന്നു രാത്രി അവിടെ വിശ്രമിച്ച് പിറ്റേന്ന് രാവിലെ മസ്കറ്റിലേക്ക് യാത്രയായി. വീണ്ടും വീണ്ടും വരാമെന്ന
വാഗ്ദാനത്തോടെ, ആഗ്രഹത്തോടെ.